എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ കഥാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റുമാനൂരപ്പന്റെ ചരിത്രത്തിലേക്കാണ് കടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം കൂടിയാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. തിരുവിതാംകൂറിലുള്ള മഹാക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഖരപ്രകാശ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അഘോരമൂർത്തിയായ ശിവന്റെ സാന്നിധ്യം ആദ്യകാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തപസ്യായ ഒരു ബ്രാഹ്മണന്റെ ശാപം നിമിത്തം ഈ സ്ഥലം 1000 സംവത്സരക്കാലം വലിയ വനമായി കിടന്നുപോയി എന്നും പിന്നീട് പ്രസിദ്ധനായ വില്വമംഗലത്ത് സ്വാമിയാരാണ് ഈ സ്ഥലം കണ്ടുപിടിക്കുകയും 36 നാഴിക ചുറ്റളവുള്ള സ്ഥലം മുഴുവൻ ദേവന്റെ സങ്കേതമാക്കി തീർക്കുകയും ഈ സ്ഥലത്തു നിന്നുള്ള ആദായം കൊണ്ട് അയൽദേശവാസികളായും മറ്റുമുള്ള മഹാജനങ്ങളുടെ സഹായത്തോടു കൂടിയും ഇവിടെ ക്ഷേത്രം പണികഴിപ്പിക്കുകയും പ്രസിദ്ധ തന്ത്രിയായ താഴ്മൻ പോറ്റിയെ കൊണ്ട് ദേവന് നവീകരണത്തോടുകൂടി കലശ മുതലായ ക്രിയകൾ നടത്തിക്കുകയും പടിത്തരം നിശ്ചയിക്കുകയും മറ്റും ചെയ്തുവെന്നാണ് ഐതിഹ്യം. ഏറ്റുമാനൂർ മഹാദേവന്റെ പ്രസിദ്ധി കേരളത്തിൽ മാത്രമല്ല പരദേശങ്ങളിലും ധാരാളമായി വ്യാപിച്ചിട്ടുണ്ട്. ഈ ദേവസന്നിധിയിൽ ഭക്തിയോടുകൂടി ഭജനമിരുന്നാൽ ഒഴിയാത്ത ബാധയും ഭേദപ്പെടാത്ത രോഗവുമില്ലെന്നുള്ളതാണ് ലോകപ്രസിദ്ധമായ കാര്യം. പണ്ടൊരിക്കൽ അമ്പലപ്പുഴ രാജാവിന് സഹിക്കവയ്യാതെയുള്ള ഒരു വയറ്റിൽ വേദന ഉണ്ടായി. അനേകം വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിപ്പിക്കുകയും പല ക്ഷേത്രങ്ങളിൽ ഭജനമിരിക്കുകയും ചെയ്തിട്ടും വയറ്റിൽ വേദനയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. പിന്നെ ഏറ്റുമാനൂർ ദേവസന്നിധിയിൽ ചെന്ന് ഭജിച്ചാൽ ഈ ഉദരവ്യാധി ശമിക്കുമെന്ന് കാണുകയാൽ രാജാവ് അവിടെ ചെന്ന് ഭജനം തുടങ്ങി. 41 ദിവസത്തെ ഭജനം കഴിഞ്ഞപ്പോൾ തന്നെ രാജാവിന് വേദന വളരെ കുറയുകയും ഒരുവിധം സഹിക്കാമെന്നുള്ള സ്ഥിതിയാവുകയും ചെയ്തു. പിന്നെയും അദ്ദേഹം ഭക്തിയോടും വിശ്വാസത്തോടും നിഷ്ഠയോടും കൂടി ഒരു സംവത്സരം ഭജിച്ചു. വയറ്റിൽ വേദന നിശേഷം മാറി രാജാവ് പൂർണ്ണ സുഖത്തെ പ്രാപിച്ചു. ഭജനം ഏതാണ്ട് 11 മാസമായപ്പോൾ തന്നെ രാജാവ് ഭജനം കാലം കൂടുന്ന ദിവസം ക്ഷേത്രത്തിൽ ഒരു സദ്യയും വിളക്കും കഴിക്കാമെന്ന് നിശ്ചയിച്ചു. അത് നിശ്ചയിച്ച ദിവസം രാത്രിയിൽ കിടന്നുറങ്ങിയ സമയം രാജാവിനൊരു സ്വപ്നമുണ്ടായി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ ചെന്ന് എനിക്ക് സദ്യയും വിളക്കുമൊന്നുമല്ല ആവശ്യം, വിചാരിച്ചിട്ടുള്ള സംഖ്യം പണ്ടമായിട്ടോ പണമായിട്ടോ തന്നാൽ മതി എന്ന് പറഞ്ഞതായിട്ട് സ്വപ്നം കണ്ടു. ഇത് ഏറ്റുമാനൂർ മഹാദേവൻ തന്നെ അരുളി ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പിറ്റേ ദിവസം പ്രശ്നം വെപ്പിച്ചു നോക്കിയിട്ട് അങ്ങനെ തന്നെ വിധിക്കുകയും ചെയ്തു. അതിനാൽ രാജാവ് സദ്യയ്ക്കും വിളക്കിനുമായി നിശ്ചയിച്ചിരുന്ന സംഖ്യയിൽ നിന്നും ഏതാനും ചെലവ് ചെയ്ത ഓടുകൊണ്ട് ഒരു വൃഷഭ വിഗ്രഹം വാർപ്പിച്ച് ഭജനം കാലം കൂടിയ ദിവസം നടക്കി വെക്കുകയും ശേഷം പണം ഭണ്ഡാരത്തിലിടുകയും ചെയ്തു. ആ നന്ദി വിഗ്രഹത്തിന്റെ അകം പൊള്ളയാണ്. അതിന്റെ ഒരു വശത്ത് ഒരു ദ്വാരവും ആ ദ്വാരത്തിന് ശംഖുപിരിയായിട്ട് ഒരടപ്പുമുണ്ട്. ആ വിഗ്രഹത്തിനകത്ത് നിറച്ച് ചെന്നെല്ല് വിത്താക്കി അടച്ചാണ് അത് നടക്കി വെച്ചത്. അത് നടക്കി വെച്ച ദിവസം രാത്രിയിൽ രാജാവിന് വീണ്ടും ഒരു ദർശനമുണ്ടായി. അദ്ദേഹം കിടന്നുറങ്ങിയ സമയം മുമ്പ് സ്വപ്നത്തിൽ കണ്ട ആൾ തന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. ഇനി അങ്ങേക്ക് വയറ്റിൽ വേദന ഒരിക്കലും ഉണ്ടാവുകയില്ല. നാളെ തന്നെ സ്വദേശത്തേക്ക് പൊയ്ക്കോളൂ. അങ്ങ് നടക്കി വെച്ചിരിക്കുന്ന വൃഷഭ വിഗ്രഹത്തിന്റെ അടപ്പ് തുറന്ന് ഒരു നെല്ലെടുത്ത് ഭക്ഷിച്ചാൽ ആർക്കും ഏതു വിധത്തിലുള്ള ഉദരവ്യാധിയും ശമിക്കും എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് തോന്നി. രാജാവ് ആ വിവരം ദേവസ്വക്കാരെ അറിയിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ സ്വദേശത്തേക്ക് പോയി. ആ വൃഷഭ വിഗ്രഹം ഇപ്പോഴും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നെല്ലെടുത്ത് തിന്നിട്ട് പലർക്കും ഉദരവ്യാധി ഭേദമാകുന്നുണ്ട്. ഭക്തിയും വിശ്വാസവും ഇല്ലാത്തവർക്ക് യാതൊരു ഫലവും കാണുകയില്ലെന്നേ ഉള്ളൂ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിപാടുകളിൽ ഒന്നാണ് വെള്ളി വിളക്കിൽ എണ്ണ ഒഴിക്കുക. ആദ്യം ക്ഷേത്രത്തിൽ വരുന്നവര് എണ്ണ മേടിച്ച് ആ വെള്ളി വിളക്കിൽ ഒഴിച്ചിട്ടാണ് ഭഗവാനെ തൊഴാൻ പോകുന്നത്. അപ്പം അതിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ വലിയ ബലിക്കലിന്റെ പടിഞ്ഞാറ് വശത്തായി ഒരു വലിയ തൂക്കുവിളക്കുണ്ട്. അത് മേൽത്തട്ടിന്മേൽ ഒരു കുറ്റിയും വളയും തറച്ച് അതിന്മേലാണ് തൂക്കിയിരിക്കുന്നത്. ആ വിളക്കിന് സാധാരണയായി പറഞ്ഞു വരുന്ന പേര് വലിയ വിളക്കെന്നാണ്. അത് കെടാവിളക്കായി എന്നും ആഹോരാത്രം കത്തിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. ആ വിളക്ക് വകയ്ക്ക് ദേവസ്വത്തിൽ നിന്ന് യാതൊരു ചെലവും പതിവില്ല. ആ വിളക്ക് വകയ്ക്കായി വഴിപാടായിട്ട് വരുന്ന എണ്ണ കൊണ്ട് ആ ചെലവ് നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ആണ്ടുതോറും 100-150 ചോദന എണ്ണ വീതം മിച്ചം വരുന്നുണ്ട്. ഏറ്റുമാനൂർ വലിയ വിളക്ക് കൊളുത്തിക്കുക പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ്. ബാധോപദ്രവമുള്ളവർ അവിടെ ഭജനമിരിക്കുകയോ ദർശനത്തിനായി നടയിൽ ചെല്ലുകയോ ചെയ്താൽ തുള്ളി സത്യം ചെയ്തോ ഒഴിഞ്ഞു പോകുക സാധാരണമാണ്. അങ്ങനെ സത്യം ചെയ്യുന്നതെല്ലാം ഈ വലിയ വിളക്കിനെ പിടിച്ചാണ്. ഈ വിളക്കിന്റെ അടിത്തട്ടിന് മുകളിലായി ഒരു മൂടിയുണ്ട്. അതിന്മേ ദീപജ്വാല തട്ടി എല്ലായ്പ്പോഴും മഷി പിടിച്ചിരിക്കും. ആ മഷി എടുത്ത് കണ്ണെഴുതിയാൽ സകലവിധ നേത്രരോഗങ്ങളും മറ്റുമുള്ള വ്യാധികളും ശമിക്കുമെന്നുള്ളത് പ്രസിദ്ധമാണ്. പല വിധത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടും ഭേദമാകാത്ത നേത്രരോഗങ്ങൾ ഈ മഷിയെടുത്ത് കണ്ണെഴുതിയിട്ട് പലർക്കും ഭേദമായിട്ടുണ്ട്.
ഇപ്രകാരമെല്ലാം മഹാത്മ്യമുള്ള ഈ വിളക്ക് ഇവിടെ വന്നു ചേർന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം കൊല്ലമാണ്ട് 717 അനുഞ്ഞ വാങ്ങി പണി ആരംഭിക്കുകയും 721 ആണ്ട് പണി കഴിഞ്ഞ് ദ്രവ്യകലശം മുതലായവ നടത്തുകയും ചെയ്തു. 4-ാം കലശം കഴിഞ്ഞ ദിവസം ഊരാൺമക്കാരും സമുദായവും ക്ഷേത്ര സംബന്ധികളും മറ്റും ഗൃഹാർത്ഥതയോടും സന്തോഷത്തോടും കൂടി പടിഞ്ഞാറേ ഗോപുരത്തിങ്കൽ കൂടി അമ്പലം പണിയും കലശവും നിശ്ചിത കാലത്ത് തന്നെ നിഷ്പ്രയാസം കഴിഞ്ഞുകൂടിയതിനെക്കുറിച്ചും മഹാദേവന്റെ മഹാത്മ്യത്തെപ്പറ്റിയും മറ്റും ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിന്ന സമയം ദാരിദ്ര്യദേവതയുടെ മൂർത്തി എന്ന് തോന്നുമാറ് പ്രാകൃത വേഷക്കാരനായ ഒരു മൂശാരി മേൽപ്പറഞ്ഞ പ്രകാരം അടിത്തട്ടിന് മുകളിൽ ഒരു മൂടിയും തറച്ചു തൂക്കാനുള്ള കുറ്റിയ വളയം തുടൽ ഇവയുമുള്ളതുമായ ഒരു വലിയ തൂക്കുവിളക്ക് അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ആ മൂശാരി പറഞ്ഞു, ഈ വിളക്ക് ഇവിടെ എടുത്തുകൊണ്ടു വന്നതിന് എനിക്ക് വല്ലതും തരണം. ഇന്നത് കിട്ടണമെന്നില്ല, ഇന്നത്തെ ചെലവിനുള്ള വക കിട്ടിയാലും മതി. ഈ വിളക്ക് വളരെ മഹാത്മ്യമുള്ളതാണ്, ഇവിടെ എടുക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ ഒരാൾ, ഈ വിളക്കിന്റെ മഹാത്മ്യം എന്താണ്? ഇതിൽ എണ്ണ ഒഴിക്കാതെ കത്തുമോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി മൂശാരി പറഞ്ഞു, ഏറ്റുമാനൂർ മഹാദേവന്റെ മഹാത്മ്യം കൊണ്ട് അങ്ങനെയും വന്നേക്കാം എന്ന് പറഞ്ഞു. അവിടെ കൂടിയിരുന്നവർ ഓരോരുത്തരും ആ വിളക്കെടുത്ത് മാറ്റിവെക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. അപ്പോൾ ഒരാൾ, 2 പേരെടുത്താൽ പൊങ്ങാത്ത ഈ വിളക്ക് എവിടെയാണ് തൂക്കുന്നത്? ഇതെടുത്ത് തൂക്കുന്നത് ആരാണ്? ഇത് അസാധ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞു. ആ സമയം ഊരാൺമക്കാരായ നമ്പൂതിരിമാരിൽ ഒരാൾ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് തുള്ളി ഉറഞ്ഞു ചെന്ന് ഇടത് കൈകൊണ്ട് ആ വിളക്ക് നിഷ്പ്രയാസം എടുത്തുകൊണ്ട് ബലിക്കൽ പുരയിലേക്ക് ഓടിപ്പോയി. പിന്നാലെ അവിടെ കൂടിയിരുന്ന ജനങ്ങളും ചെന്നു. അവർ അവിടെ എത്തിയപ്പോൾ വലിയ ബലിക്കലിനോടടുത്ത് പടിഞ്ഞാറ് ഭാഗത്തായി മേൽത്തട്ടിന്മേൽ കുറ്റിയും വളയും തറച്ച് വിളക്ക് തൂക്കിയിരിക്കുന്നതായും തുള്ളിയ നമ്പൂതിരി സ്വബോധത്തോടു കൂടി സ്വസ്ഥനായി അവിടെ നിൽക്കുന്നതായും കണ്ടു. ഉടനെ ചിലർ ഈ വിളക്ക് ഇപ്പോൾ തന്നെ കത്തിക്കണമെന്ന് പറഞ്ഞ് എണ്ണയും തിരിയും കൊണ്ടുവന്നു. തിരി വിളക്കിലിട്ട് എണ്ണ ഒഴിക്കുന്നതിന് മുമ്പായി അതിഭയങ്കരമായ ഒരിടിയും മിന്നലും ഉണ്ടായി. അതോടുകൂടി അവിടെ കൂടിയിരുന്നവർക്കെല്ലാം കുറച്ചു സമയത്തേക്ക് കണ്ണു കാണാൻ വയ്യാതെയായിപ്പോയി. എല്ലാവർക്കും കണ്ണു കാണാറായപ്പോൾ വിളക്കിൽ എണ്ണ നിറഞ്ഞിരിക്കുന്നതായും വിളക്ക് കത്തുന്നതായും കണ്ടു. കൊണ്ടുചെന്ന് വെച്ച എണ്ണ മുഴുവനും അവിടെ തന്നെ ഇരിക്കുന്നുമുണ്ടായിരുന്നു. ഇപ്രകാരമാണ് ഈ വലിയ വിളക്കിന്റെ കഥ. എല്ലാവരും വിസ്മയിച്ച് കുറച്ചു നേരം നിന്നതിന്റെ ശേഷം അവർക്ക് മൂശാരിയുടെ കാര്യം ഓർമ്മ വന്നു. അവന് വല്ലതും കൊടുത്തയക്കണം, അവനൊരു പാവമാണ്, നേരം വൈകി തുടങ്ങി, അവൻ അത്താഴത്തിന് ഇവിടെ നിന്ന് വല്ലതും കിട്ടിക്കൊണ്ട് ചെന്നിട്ട് വേണമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീണ്ടും ഗോപുരത്തിങ്കിലെത്തി. മൂശാരി അവിടെ കാണാഞ്ഞിട്ട് 4 ദിക്കിലേക്കും ആളുകളെ അയച്ച് അന്വേഷിപ്പിച്ചു. അവിടെ എങ്ങും അവനെ കണ്ടില്ല. അവൻ ഏത് ദിക്കുകാരനെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോയി എന്നോ അറിയാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ കേവലം ഒരു മൂശാരി അല്ലായിരുന്നുവെന്നും ഒരു ദിവ്യനായിരുന്നുവെന്നും എല്ലാവരും തീർച്ചപ്പെടുത്തി. 2 പേർ കൂടി പിടിച്ചാൽ നീക്കിവെക്കാൻ കഴിയാത്തതായ ആ വിളക്ക് അവൻ തനിച്ചെടുത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ കേവലം ഒരു മനുഷ്യനല്ലെന്ന് അറിയേണ്ടതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആരും ഓർത്തില്ല. ഇങ്ങനെ ഏറ്റുമാനൂർ മഹാദേവന്റെ മഹാത്മ്യങ്ങൾ, അവിടെയുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുകയില്ല. ഒരിക്കൽ സാമൂതിരിപ്പാട് തമ്പുരാന്റെ ഭാഗിനിയെയും മാധവി എന്ന പേരുമായ ഒരു തമ്പുരാട്ടിയുടെ തലയിൽ ഒരു വലിയ വ്രണമുണ്ടായി. അനേകം ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുക്കം വ്രണം വളരെ വർദ്ധിക്കുകയും പഴുക്കുകയും ചെയ്തു. തമ്പുരാട്ടിക്ക് വേദനയും മനസ്താപവും സഹിക്കാൻ വഴിയാതെയായി തീർന്നു. ഒരു ദിവസം രാത്രിയിൽ തമ്പുരാട്ടി വേദന കൊണ്ട് ഉറക്കം വരാതെ വ്യസനിച്ചുകൊണ്ട് കിടന്നപ്പോൾ ഏറ്റുമാനൂർ മഹാദേവന്റെ മഹാത്മ്യങ്ങൾ പലരും പറഞ്ഞു കേട്ടുള്ളതിനെ കുറിച്ച് ഓർമ്മ വരികയാൽ, എന്റെ ഏറ്റുമാനൂർ മഹാദേവ, എന്റെ വ്യാധി മാറ്റി ഒരു ദിവസമെങ്കിലും സുഖമായി ജീവിച്ചിരിക്കാൻ എനിക്ക് സംഗതിയാക്കി തന്നാൽ അവിടെ എന്റെ പേർക്ക് എന്നും ഒരു പൂജ നടത്തിച്ചേക്കാം എന്ന് നേർന്നു. അനേകം പേരുടെ രോഗങ്ങളും ബാധകളും മാറ്റി അവിടുന്ന് രക്ഷിക്കുന്നുണ്ടല്ലോ, എന്നെ കുറിച്ചുകൂടി അവിടേക്ക് സ്വല്പം കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ വേദന കുറയുകയും തമ്പുരാട്ടി ഉറങ്ങിത്തുടങ്ങുകയും ചെയ്തു. ആ സമയം വലത് കൈയിൽ ഒരു വാളും ഇടത് കൈയിൽ ഒരു ഭസ്മസഞ്ചിയും അരയിൽ ഒരു പട്ടും ധരിച്ച ഒരാൾ തന്റെ അടുക്കൽ വരികയും വാൾ കൊണ്ട് തലയിലെ പുഴുക്കളെയെല്ലാം വടിച്ചു കളഞ്ഞ് ഭസ്മം തേച്ചിട്ട്, നീ ഒട്ടും വ്യസനിക്കേണ്ട, നിന്റെ സുഖക്കേട് നിശേഷം ഭേദമായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു എന്ന് തമ്പുരാട്ടി സ്വപ്നം കണ്ടു. നേരം വെളുത്തു. തമ്പുരാട്ടി ഉണർന്ന് തലയിൽ തപ്പി നോക്കിയപ്പോൾ വ്രണം നിശേഷം ഉണങ്ങിയിരിക്കുന്നതായി അറിഞ്ഞു. ലേശം പോലും വേദന ഉണ്ടായിരുന്നുമില്ല. ഉടനെ തമ്പുരാട്ടി ഈ വിവരമെല്ലാം സാമൂതിരിപ്പാട് തമ്പുരാന്റെ അടുക്കൽ അറിയിക്കുകയും തമ്പുരാൻ അത്യധികം സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ മാധവി തമ്പുരാട്ടിയെ കൊണ്ട് പരിവാര സമേതം പുറപ്പെട്ട് ഏറ്റുമാനൂരെത്തുകയും ചെയ്തു. തമ്പുരാൻ അവിടെ ഏതാനും ദിവസം താമസിച്ചു. 336 പറ നിലവും 7.5 മുറി പുരയിടവും വാങ്ങി. അതിന്റെ ആധാരവും അസംഖ്യം പണവും പട്ടും രത്നങ്ങളും മാധവി തമ്പുരാട്ടിയെ കൊണ്ട് നടക്കി വെപ്പിച്ച് വന്ദിപ്പിക്കുകയും ചെയ്തു.
ആ വസ്തുക്കളിലെ ആദായമെടുത്ത് പതിവായി ദേവന് അഭിഷേകം കഴിഞ്ഞാലുടനെ ഒരു പൂജ നടത്തുന്നതിന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഈ പൂജ പതിവായി നിർവിഘ്നം നടക്കുന്നതിനായി അദ്ദേഹം തന്റെ ശമ്പളക്കാരിൽ ചിലരെ അവിടെ താമസിപ്പിച്ചു. അവർക്ക് താമസിക്കുന്നതിനായി ഒരു മഠം പണിയിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയുമൊക്കെ കഴിച്ചിട്ടാണ് തമ്പുരാൻ മടങ്ങിപ്പോയത്. അത്രയും കാലം ഏറ്റുമാനൂർ മഹാദേവനെ ഭജിച്ചുകൊണ്ട് മാധവി തമ്പുരാട്ടിയും അവിടെ താമസിച്ചിരുന്നു. തമ്പുരാട്ടിയുടെ വകയായി ഏർപ്പെടുത്തിയ പൂജ ഇപ്പോഴും അവിടെ പതിവായി നിർവിഘ്നം കൂടാതെ നടന്നു വരുന്നുണ്ട്. ആ പൂജയ്ക്ക് മാധവിപ്പള്ളി പൂജ എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. പൂജ വകയ്ക്കായി ദേവസ്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത നിലത്തിന് മാധവിപ്പള്ളി നിലമെന്നും പുരയിടങ്ങൾക്ക് മാധവിപ്പള്ളി പുരയിടമെന്നും ഇപ്പോഴും പേര് പറഞ്ഞു വരുന്നു. ഏറ്റുമാനൂരപ്പന്റെ അസംഖ്യം അത്ഭുത കഥകളിൽ ഒന്നോ രണ്ടോ കഥകൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.